പരിസ്ഥിതിക പഠന റിപ്പോർട്ടിനോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്ലാൻ റിപ്പോർട്ടും ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടും ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. ഇത് വളരെ സമയബന്ധിതമായിട്ടാണ് തീർത്തത്. ഞാൻ അതിന് ശ്രീ ബാബുവിനെയും ഇതിൻ്റെ കമ്മിറ്റിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ 3 സീസണിൽ വേണം ഇതിൻ്റെ പാരിസ്ഥിതിക പഠനത്തിന്. അതിന് ഓരോന്നിനും 6 മാസം വീതം എടുക്കും എന്ന് പറഞ്ഞാൽ 18 മാസം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇത്ര വേഗത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇനിയുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ എല്ലാം ടൈം ബൗണ്ടായിട്ടാണ് പരിപാടി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ 28-ാം തീയതി തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അപേക്ഷ കൊടുത്തു. 29-ന് അവർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു, പത്രത്തിൽ കൂടെ പബ്ലിക് ഹിയറിങ്ങിനുള്ള ഇത് കൊടുത്തിരിക്കുകയാണ്. ജൂൺ 29-ന് ഹിയറിംഗ് നടത്തും. ജൂൺ 29 കഴിഞ്ഞാൽ 1 മാസത്തിനകം അതിൻ്റെ ആപ്ലിക്കേഷൻ കേന്ദ്ര പാരിസ്ഥിതിക വകുപ്പിന് കൊടുക്കും. അത് കഴിഞ്ഞാൽ 105 ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ച് ഫൈനൽ തീരുമാനം ഉണ്ടാകും. അത് നമുക്ക് അനുകൂലമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായിരിക്കും. ഈ 18,000 TEU ഇതുള്ള കപ്പാസിറ്റിയുള്ള കപ്പൽ അടുക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായിരിക്കും വിഴിഞ്ഞം.